ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, ശാലോം ടെലിവിഷൻ്റെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് എല്ലാവരും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിക്കട്ടെ. ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തട്ടെ. ദൈവം നമ്മളെ ട്രാൻസ്ഫോം ചെയ്യട്ടെ. ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് നമ്മളെ ഓരോരുത്തരും നിറയ്ക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം 3 തരത്തിലുള്ള അഗ്നി എന്നതിനെ പറ്റിയാണ്. 3 types of fire. 3 വിധത്തിലുള്ള അഗ്നി. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. അങ്ങനെയും അഗ്നിയുണ്ടോ? ഇതാ ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഇടപെടത്തക്കവണ്ണം 3 വ്യത്യസ്ത തരത്തിലുള്ള അഗ്നികളെ ദൈവത്തിൻ്റെ വചനം നമുക്ക് കാണിച്ചു തരികയാണ്. ഒന്നാമതായിട്ട് നമ്മുടെ ഉദ്ദേശങ്ങളെ പരിശോധിച്ചറിയുന്ന അഗ്നി. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം പറയുന്നു, ഓരോരുത്തരുടെയും പണി അഗ്നിയാൽ പരിശോധിക്കപ്പെടും. അല്ലെങ്കിൽ ഓരോരുത്തരുടെയും പണി അഗ്നി വെളിവാക്കും, അഗ്നി വെളിപ്പെടുത്തും. എന്താണ് പ്രിയപ്പെട്ടവർ ഇതിൻ്റെ അർത്ഥം? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ടാണ് ആളുകൾ നമുക്ക് മാർക്കിടുന്നത്. അത് നല്ലതായിരുന്നു, ചീത്തയായിരുന്നു, നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തി നോക്കിയിട്ടാണ് ആളുകൾ സാധാരണയായിട്ട് നമ്മളെ മാർക്കിടുന്നത്. എന്നാൽ ദൈവം നമ്മളെ നോക്കി മാർക്കിടുന്നത് നമ്മുടെ പ്രവൃത്തി കണ്ടിട്ടല്ല, പ്രവൃത്തിയുടെ പുറകിലുള്ള ഉദ്ദേശത്തെ നോക്കിയിട്ടാണ്. മോട്ടീവ്, ലക്ഷ്യം, നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് എന്താണ് ഉണ്ടായിരുന്നത്, നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത് എന്താണ് എന്നുള്ളതിനെ പുറത്തു കൊണ്ടുവരത്തക്ക തരത്തിലുള്ള ചില അനുഭവങ്ങളിലൂടെ ദൈവം നമ്മളെ കടത്തിവിടുന്നു. ഇതിൻ്റെ പേരാണ് നമ്മളെ ടെസ്റ്റ് ചെയ്യുന്ന അഗ്നി. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തി പുസ്തകം മുതൽ തന്നെ നമുക്ക് പോകാം. ഞാനിങ്ങനെ വിശ്വസിക്കുകയാണ്, ആദവും ഹവ്വയും എന്നും ദൈവത്തോട് പറയുമായിരുന്നു, ദൈവമേ, അങ്ങേ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമാണ്, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു കേട്ടോ, അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു കേട്ടോ, അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു കേട്ടോ, ഞങ്ങളുടെ ജീവനേക്കാൾ അങ്ങേക്ക് ഇഷ്ടമാണ് കേട്ടോ. നമ്മളൊക്കെ കുമ്പസാരക്കുട്ടി പറയുന്ന ഒരു കാര്യം മിക്കവാറും ആദ ഹവ്വയും ദൈവത്തോട് പറഞ്ഞിട്ടുണ്ടാവും. എന്താണ്? കർത്താവേ, ഇനി ഒരു കൊച്ചു പാപം ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്ന ഒരു ബെഡായി, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ നമ്മൾ അടിച്ചു വിടുന്നൊരു കാര്യമുണ്ടല്ലോ. ഒരു കൊച്ചു പാപം പോലും ചെയ്യുന്നതിനേക്കാൾ മരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് നമ്മൾ അർത്ഥം മനസ്സിലാക്കാതെ പലപ്പോഴും ഉരുവിടുന്നത് പോലെ ആദോ ഹവ്വയും പലപ്പോഴും ദൈവത്തോട് പറഞ്ഞു കാണും, ദൈവമേ, നിന്നെ ഞങ്ങൾ ഒരിക്കലും വേദനിപ്പിക്കത്തില്ല കേട്ടോ, നിന്നെ വേദനിപ്പിക്കുന്നതിനേക്കാൾ മരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കേട്ടോ. അങ്ങെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സർവവുമാണ്, ഞങ്ങളുടെ ജീവനാണ്, ഞങ്ങളുടെ ഹാർട്ടാണ്, ഞങ്ങളുടെ കരളാണ്, ഞങ്ങളുടെ എല്ലാ വാക്കുകളും ഉപയോഗിച്ച് അവർ ദൈവത്തെ ആരാധിച്ചു കാണും. ദൈവം ഒരു ദിവസം അവരുടെ പ്രാർത്ഥനയുടെ വാക്കുകളുടെ, അവർ ഉച്ചരിച്ചു കൊണ്ടിരുന്ന പ്രാർത്ഥനാ വാചകങ്ങളുടെ പുറകിലുള്ള ഹൃദയത്തെ അറിയാൻ വേണ്ടി ദൈവം അവരുടെ മുൻപിലേക്ക് ഒരു ടെസ്റ്റ് വയ്ക്കുകയാണ്. അവരുടെ ഹൃദയത്തിൻ്റെ അകത്തുണ്ടായിരുന്നതിനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2 വൃക്ഷങ്ങളുടെ നടുവിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ദൈവം പറഞ്ഞു, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, തിന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും മരിക്കും, ജീവന്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നാൽ നിങ്ങൾ ജീവിക്കും. സാത്താൻ കടന്നു വന്നിട്ട് പറഞ്ഞു, ദൈവം പറഞ്ഞത് നുണയാണ്, നിങ്ങൾ ഇത് ഭക്ഷിച്ചാൽ ദൈവത്തെ പോലെയാകുമെന്ന് ദൈവത്തിനറിയാം, അതുകൊണ്ടാണ് ദൈവം അങ്ങനെ പറഞ്ഞത്, നിങ്ങൾ ഇത് ഭക്ഷിച്ച് ദൈവത്തെ പോലെയാകണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നലെ വരെ ഇവർ ആരാധിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? ദൈവമേ, അങ്ങ് ഞങ്ങളുടെ ദൈവമാണ്, ദൈവമേ, അങ്ങ് ഞങ്ങൾ സ്നേഹിക്കുന്നു, ദൈവമേ, അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു, ദൈവമേ, അങ്ങ് ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യത്തിൽ അവർ ദൈവത്തെ പോലെ അല്ലായിരുന്നോ? അവർ ദൈവത്തെ പോലെ ആയിരുന്നു. കാരണം ദൈവം അവരെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ്. ദൈവം അവർക്ക് കൊടുക്കാതിരുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവത്തിൻ്റെ പരമാധികാരം, ദ സോവറിനിറ്റി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ പരമാധികാരം മാത്രമാണ് ദൈവം കൊടുക്കാതിരുന്നത്. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ദൈവമല്ലാതായി മാറും. ദൈവം തൻ്റെ സ്വഭാവം നൽകി ദൈവത്തെ പോലെ തന്നെയാണ് അവരെ സൃഷ്ടിച്ചത്. സത്യത്തിൽ അവർ അന്നേരം ദൈവത്തെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അവരിൽ ഒരു പാപവുമില്ല, അവർ പ്രകാശം കൊണ്ട് നിറഞ്ഞിരിക്കുക. പക്ഷെ സാത്താൻ പറഞ്ഞു കൊടുത്ത ഇതാണ്, നിങ്ങൾക്ക് ദൈവത്തിൻ്റെ അധികാരം കൂടെ പിടിച്ചെടുക്കാൻ സാധിക്കും ഇത് തിന്നുകയാണെങ്കിൽ. ഇന്നലെ വരെയുള്ള ആരാധനയുടെ പാട്ടുകളും കാര്യങ്ങളും എല്ലാം മറന്നുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തി വളരെ നിസ്സാരമായി സ്വന്തമാക്കാൻ വേണ്ടി പ്രിയപ്പെട്ട സഹോദരങ്ങളെ അവർ ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിച്ചു. ഇന്നലെ വരെ ആരാധിച്ചിരുന്നതെല്ലാം ചവറ്റുകൊട്ടയിൽ കൊണ്ടിട്ടിട്ട്
അവരുടെ ഹൃദയം സ്വാർത്ഥതയാൽ നിറയപ്പെട്ടു, അഹങ്കാരത്താൽ നിറയപ്പെട്ടു, ദൈവത്തെക്കാളും വലിയവനാകണം എന്നുള്ള ആഗ്രഹത്താൽ അവർ പിടിക്കപ്പെട്ടു. അവരുടെ ജീവിതം തകർന്നു പോയി. വീണ്ടും നമുക്ക് ദൈവവചനത്തിലേക്ക് വരാം. ഇതാ അവരുടെ മക്കളായ ആബേലും കായേനും ബലിയർപ്പിക്കാനായിട്ട് പോവുകയാണ്. പക്ഷെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവരുടെ രണ്ടുപേരുടെയും ഉള്ളിലുള്ളത് എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടി ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക. രണ്ടുപേരും ആരാധിക്കുന്നു, രണ്ടുപേരും കൈയടിക്കുന്നു, രണ്ടുപേരും പ്രാർത്ഥിക്കുന്നു, രണ്ടുപേരും ഒരേപോലത്തെ പ്രാർത്ഥനാ വാചകങ്ങൾ ചൊല്ലുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ, സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു, പ്രപഞ്ചം നിറഞ്ഞിരിക്കുന്നു പരിശുദ്ധൻ, ഞങ്ങൾ വെറും പൊടിയാണ്, ചാരമാണ്, ഇതെല്ലാം പറയുന്നുണ്ട്. വാക്കുകളൊക്കെ വളരെ മനോഹരമാണ്. ഹോസാന പാടുന്നുണ്ട്, ഹാലുലിയ പാടുന്നുണ്ട്, തുള്ളിച്ചാടുന്നുണ്ട്, കൈ അടിക്കുന്നുണ്ട്, കൈ ഇടത്തോട്ടും വലത്തോട്ടും സഞ്ചരിപ്പിക്കുന്നുണ്ട്, നല്ല വീശി ഹാലുലിയ പറയുന്നുണ്ട്, തുള്ളിച്ചാടുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ പുറമേ രണ്ടുപേരുടെയും പ്രാർത്ഥന ഒരുപോലെയാണെങ്കിലും അകത്തൊരു വ്യത്യാസമുണ്ടായിരുന്നു. അകത്ത വ്യത്യാസം എന്താണെന്നറിയാമോ? കായേൻ തൻ്റെ പച്ചക്കറികളുമായിട്ട് ദൈവത്തിന് മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ദൈവമേ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പച്ചക്കറി അങ്ങേക്ക് ബലിയാട്ട് അർപ്പിക്കുന്നു കേട്ടോ. ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടായിരുന്നു, ഞാൻ ഒത്തിരി വിയർത്തായിരുന്നു, ഞാൻ ഒരുപാട് വെള്ളം കോരിയായിരുന്നു, വളമിട്ടായിരുന്നു, കിളച്ചായിരുന്നു, അതുകൊണ്ട് ഇത് സ്വീകരിക്കണം. ആബേലാകട്ടെ പുറമേ പറഞ്ഞ പ്രാർത്ഥനാ വാചകങ്ങൾ ഒരുപോലെയാണെങ്കിലും ദൈവത്തിൻ്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ ആബേൽ പറഞ്ഞതാണ്, ദൈവമേ, അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങയുടെ മുൻപിൽ ഒന്നും കൊണ്ടുവരാൻ ഞാൻ യോഗ്യനല്ല. ഈ ആടുമാടുകളെ എനിക്ക് തന്നത് അങ്ങാണ്, അതിൽ പുകഴാൻ എനിക്കൊന്നുമില്ല. അവർക്ക് ജീവൻ കൊടുത്തത് അങ്ങാണ്, പുകഴാൻ എനിക്കൊന്നുമില്ല. പക്ഷെ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞാടുണ്ടല്ലോ, അത് ഞാൻ കൊണ്ടുവന്നത് എന്തിനാണെന്നറിയാമോ? കാലത്തിൻ്റെ പൂർണ്ണതയിൽ എന്നെ രക്ഷിക്കാൻ വേണ്ടി സ്വർഗം വിട്ടിറങ്ങി വരുന്ന അവിടുത്തെ പൊന്നോമന പുത്രനായ യേശുവിനെ ഞാൻ വിശ്വാസത്താൽ കാണുന്നു പിതാവേ. യേശുവിൻ്റെ കാൽവരി മരണത്തെ ഞാൻ വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് കണ്ട് ആരാധിക്കുന്നു പിതാവേ. എനിക്ക് വേണ്ടി ബലിയാകാൻ പോകുന്ന കുഞ്ഞാടായ യേശുവിനെ ഞാൻ ഇപ്പോഴേ കണ്ട് മഹത്വപ്പെടുത്തുന്നു പിതാവേ. ആ കുഞ്ഞാടിൻ്റെ കറയോ കളങ്കമോ പാപമോ ഇല്ലാത്ത വിശുദ്ധമായ രക്തത്തിൻ്റെ യോഗ്യതയിൽ മാത്രം ഞാൻ ആരാധിക്കാൻ വരുന്നു പിതാവേ. I have no righteousness of my own. എനിക്ക് സ്വന്തമായിട്ടൊരു നീതീകരണം ഇല്ല പിതാവേ. ഞാൻ അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കുന്നു, അങ്ങയുടെ കാരുണ്യത്തിൽ മാത്രം പ്രത്യാശ വയ്ക്കുന്നു പിതാവേ. ആ ചിന്തപ്പെടുന്ന രക്തത്തിൻ്റെ യോഗ്യതയിൽ ഞാൻ വരുന്നു. പ്രിയപ്പെട്ടവരെ, രണ്ടുപേരും പുറമേ ബലിയർപ്പണം ഒരുപോലെയായിരുന്നെങ്കിലും അകത്തെ ആറ്റിറ്റ്യൂഡ് വ്യത്യാസമായിരുന്നു, അകത്തെ മനോഭാവം വ്യത്യാസമായിരുന്നു. അത് തിരിച്ചറിഞ്ഞു. ഒരാൾ തള്ളപ്പെട്ടു, ഒരാൾ സ്വീകരിക്കപ്പെട്ടു. വീണ്ടും അബ്രഹാം ദൈവത്തെ കണ്ടുമുട്ടി കഴിയുമ്പോൾ ബൈബിൾ നമുക്ക് നിറച്ചു വച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തെ ആരാധിച്ചു. അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തെ ആരാധിച്ചു. അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് ദൈവത്തെ ആരാധിച്ചു. അബ്രഹാം എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ദൈവമേ, എനിക്ക് അങ്ങ് എല്ലാത്തിനേക്കാളും ഇഷ്ടമാണ്, എല്ലാവരെക്കാളും എനിക്ക് ഇഷ്ടമാണ് അങ്ങ്. അങ്ങെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്, ജീവന്റെ ജീവനാണ്. എൻ്റെ മകനേക്കാൾ എനിക്ക് ഇഷ്ടമാണ്, എല്ലാവരെക്കാളും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. എല്ലാവരെക്കാളും ഇഷ്ടമാണ്, പൈസയേക്കാൾ ഇഷ്ടമാണ്, അപ്പനും അമ്മയെക്കാളും ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് അങ്ങേ ഒത്തിരി ഇഷ്ടമാണ്, അപ്പനും അമ്മയെക്കാളും സമ്പത്തിനേക്കാളും എല്ലാത്തിനേക്കാളും ഇഷ്ടമാണ്. അങ്ങനെ ആരാധിച്ച് പാട്ടുപാടി തുള്ളിച്ചാടിക്കൊണ്ടിരുന്ന അബ്രഹാമിനോട് ദൈവമായ കർത്താവ് ഒരു ദിവസം പറഞ്ഞു, അബ്രഹാമേ, നിന്റെ ഇന്നലത്തെ ആരാധന ഞാൻ കേട്ടു, നിന്റെ ഇന്നലത്തെ പാട്ട് ഞാൻ കേട്ടു, അപ്പനേക്കാളും അമ്മയെക്കാളും ഒക്കെ എന്നെ സ്നേഹിക്കുന്നു പറഞ്ഞില്ലേ, ഞാൻ കേട്ടു, എനിക്ക് ഒത്തിരി സന്തോഷമായി. എങ്കിൽ എനിക്കിന്ന് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. നീ നിന്റെ ദേശത്തെയും നിന്റെ പിതൃഭവനത്തെയും നിന്റെ ചാർച്ചക്കാരെയും നിന്റെ ബന്ധുക്കളെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന ദേശത്തേക്ക് നീ പോകണം. നീ എല്ലാവരെയും വിടണം. നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായി മാറും. നിന്നെ ഞാൻ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്, നിന്നെ ഞാൻ ഒരു പ്രത്യേക ദൗത്യത്തിന് വേണ്ടി അഭിഷേകം ചെയ്ത് ഉപയോഗിക്കാൻ പോവുകയാണ്. അതിനാദ്യമായിട്ട് ചെയ്യേണ്ടത് നീ സകലരെയും വിടണം. പ്രിയപ്പെട്ടവരെ, ഇന്നലെ ആരാധിച്ചപ്പോൾ പറഞ്ഞ വാക്കുകൾ ഇന്ന് അഗ്നിയാൽ പരിശോധിക്കപ്പെടുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രയോ തവണ നമ്മൾ അർത്ഥമില്ലാത്ത വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. സർവ്വവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു ഞാൻ എന്ന് പറഞ്ഞിട്ട് പോക്കറ്റിലിരിക്കുന്ന കീറിയ 10 രൂപയുടെ നോട്ടെടുത്ത് നമ്മൾ പലപ്പോഴും ദൈവത്തിന് കൊടുത്തിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? സർവ്വവും യേശുനാഥനായി സമർപ്പണം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ബാക്കി 500-ൻ്റെയും 1000-ൻ്റെയും 100-ൻ്റെയും ഒക്കെ നോട്ടുകൾ പാൻറ്റിൻ്റെ പോക്കറ്റിലോട്ട് കുത്തിക്കയറ്റി വെച്ചിട്ട് എവിടെയോ കിടന്ന പൊടി പിടിച്ച 10-ൻ്റെ നോട്ടെടുത്ത് പള്ളിയിൽ ഞായറാഴ്ച സ്തോത്രക്കാഴ്ച പാത്രത്തിൽ നമ്മൾ ഇട്ട് കൊടുത്തിട്ടില്ലേ പ്രിയപ്പെട്ടവരെ? ആ സമയത്ത് അവിടെ പാടിക്കൊണ്ടിരുന്ന ഗാനം ഏതാണ്? സർവ്വവും യേശുനാഥനായി സമർപ്പണം ചെയ്തിടുന്നു ഞാൻ. ഹല്ലേലൂയ. ഇതാ അബ്രഹാമിന്റെ പാട്ടുകൾ സത്യമാണോ എന്നറിയാൻ, അബ്രഹാമിന്റെ ആരാധന സത്യമാണോ എന്നറിയാൻ, ഹൃദയപരമാർത്ഥതയുള്ളതാണോ എന്നറിയാൻ അഗ്നി പരിശോധിക്കുകയാണ്, അഗ്നി ടെസ്റ്റ് ചെയ്യുകയാണ്. അബ്രഹാം ജയിച്ചു. അബ്രഹാം സകലരെയും വിട്ട് ഇറങ്ങി. അബ്രഹാം ജയിച്ചു.
വീണ്ടും അബ്രഹാം പിറ്റേന്ന് രാത്രി തൊട്ട് പാട്ട് ആരംഭിച്ചു. എന്താണെന്നറിയാമോ? ദൈവമേ കന്നുകാലികളെക്കാൾ, ദൈവമേ സമ്പത്തിനേക്കാൾ, ദൈവമേ എല്ലാവിധ പ്രോസ്പെരിറ്റിയേക്കാൾ, അനുഗ്രഹങ്ങളെക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. പണം എനിക്ക് അങ്ങയുടെ മുമ്പിൽ ഒരു വിലയില്ലാത്ത കർത്താവേ. ഇത് ചാണകം പോലെ ഞാൻ കരുതുന്നു ദൈവമേ. സമ്പത്തിനെ ഞാൻ ചാണകം പോലെ കരുതുന്നു. കുപ്പത്തൊട്ടിയാണ് ദൈവമേ. ഹല്ലേലൂയ, ആരാധന ആരാധന ആരാധന. ദൈവം പറഞ്ഞു, ഓക്കേ, അങ്ങനെയാണെങ്കിൽ 1 കൊരിന്ത്യർ 3:13 പ്രകാരം ഓരോരുത്തരുടെയും പണി അഗ്നിയാൽ പരിശോധിക്കപ്പെടും. ഹല്ലേലൂയ. അബ്രഹാമിന്റെ ആരാധന ദൈവം വീണ്ടും പരിശോധിക്കുകയാണ്. ഇതാ ലോത്തും അബ്രഹാമും തമ്മിൽ വേർപിരിയുമ്പോൾ ഏതു ഭാഗമാണ് അബ്രഹാം തെരഞ്ഞെടുക്കുന്നറിയാൻ സ്വർഗത്തിലെ ദൈവം ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ദൈവം ഒരു കാഴ്ച കണ്ടു. അബ്രഹാം ലോത്തിനെ വിളിച്ചിട്ട്, പ്രായത്തിൽ ഒത്തിരി ഇളയതായ ലോത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ലോത്തേ, നമ്മൾ തമ്മിൽ പിരിയാൻ പോവുകയാണ്, ഒരുമിച്ച് യാത്ര ചെയ്യാൻ പറ്റുകയില്ല, നിനക്കേതാണ് വേണ്ടത്? ലോത്ത് പച്ചപ്പ് നിറഞ്ഞ, വെള്ളം കിട്ടുന്ന, പുല്ലുള്ള തൻ്റെ ആടിൻ്റെ കാര്യം മാത്രം നോക്കിക്കൊണ്ട്, അബ്രഹാമിൻ്റെ ആടുകൾക്ക് എന്ത് സംഭവിക്കുന്നു പോലും ഓർക്കാതെ മുഴുവൻ പച്ചപ്പ് നിറഞ്ഞ ഭാഗങ്ങളും സ്വന്തമാക്കിക്കൊണ്ട് ആ പ്രദേശം കൈക്കലാക്കിയപ്പോൾ കൂപ്പുകൈകളോടെ നിറമൊഴികളോടെ ലോത്തിനെ ആശീർവദിച്ച് അനുഗ്രഹിച്ച് പച്ചപ്പ് നിറഞ്ഞ പുൽപ്രദേശങ്ങളിലേക്ക് പറഞ്ഞുവിടുന്ന അബ്രഹാമിനെ സ്വർഗത്തിരുന്ന ദൈവം പുഞ്ചിരിയോടെ നോക്കിക്കൊണ്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, അബ്രഹാമിന് അറിയാമായിരുന്നു തൻ്റെ ആടുകൾക്ക് ഇനി പച്ചപ്പ് നിറഞ്ഞ പുൽപ്രദേശമില്ല, തൻ്റെ ആടുകൾക്ക് ഇനി വെള്ളം കിട്ടാൻ സാധ്യതയില്ല, തൻ്റെ സമ്പത്തെല്ലാം തീരാൻ പോവുകയാണ്, തൻ്റെ ആടുകളെല്ലാം നശിക്കാൻ പോവുകയാണ്. എങ്കിലും സാരമില്ല, ഞാൻ ഇന്നലെ ആരാധിച്ചത് സത്യം തന്നെ. എൻ്റെ ദൈവത്തെക്കാൾ വലുതല്ല എനിക്ക് സമ്പത്ത്, എൻ്റെ ദൈവമാണ് എനിക്ക് വലുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ ലോത്ത് എല്ലാം കൊണ്ടുപോയി. അബ്രഹാം മരുഭൂമിയിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. തൻ്റെ ആടുകൾക്ക് പച്ചപ്പില്ല, വെള്ളമില്ല. പക്ഷെ ദൈവം അബ്രഹാമിനെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, അബ്രഹാമേ, കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പടിഞ്ഞാറോട്ടും നടക്കുക, ഈ കാണുന്ന പ്രദേശമെല്ലാം നിനക്ക് നിന്റെ മക്കൾക്കുമായി നൽകും. ഹല്ലേലൂയ. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് അവിടെ താമസിക്കുന്നത് ലോത്തിന്റെ മക്കളല്ല, അബ്രഹാമിന്റെ മക്കളാണ്. ലോത്ത് കൈവശമാക്കിയ പ്രദേശത്ത് പോലും താമസിക്കുന്നത് അബ്രഹാമിന്റെ മക്കളാണ്. നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഈ ദൈവത്തെ നമ്മൾ തിരിച്ചറിയണം. ആരാണ് ഈ ദൈവം? നമ്മുടെ പ്രാർത്ഥനകളെയും നമ്മുടെ ഹൃദയത്തെയും അഗ്നിയാൽ പരിശോധിക്കുന്നവനായ ദൈവം. വീണ്ടും വയസ്സാങ്കാലത്ത് കുഞ്ഞിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അബ്രഹാം ആരാധന ഇങ്ങനെയായിരുന്നു, അങ്ങ് തന്ന കുഞ്ഞിനേക്കാൾ എനിക്ക് അങ്ങയാണ് ഇഷ്ടം. വയസ്സാങ്കാലത്ത് കിട്ടിയ കുഞ്ഞിനേക്കാൾ ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങെന്ന് പറഞ്ഞാൽ എനിക്ക് എന്താണെന്നറിയാമോ? അങ്ങെൻ്റെ ദൈവമല്ലേ, അങ്ങെൻ്റെ കർത്താവല്ലേ. അങ്ങനെ ആയപ്പോൾ ഒരു ദിവസം ദൈവം പറഞ്ഞു, അബ്രഹാമേ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസ്ഹാക്കിനെ നീ എനിക്ക് ബലിയായിട്ട് മോറിയ മലയുടെ മുമ്പിൽ അർപ്പിക്കണം. അബ്രഹാമിന്റെ ചങ്ക് തകർന്നു പോയി. കാരണം ഇന്ന് പ്രഭാതത്തിലും ആരാധിച്ചപ്പോൾ പറഞ്ഞു, ദൈവമേ, ഇസ്ഹാക്കിനേക്കാളും എനിക്ക് അങ്ങേ ഇഷ്ടമാണ്, ഇസ്ഹാക്കിനേക്കാൾ അങ്ങ് എൻ്റെ ജീവനാണ്. ഇസ്ഹാക്ക് അങ്ങയുടെ മുൻപിൽ എൻ്റെ ഹൃദയത്തിൽ ഒന്നുമല്ല, എൻ്റെ ഹൃദയം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഇസ്ഹാക്കല്ല, ദൈവമേ, അങ്ങാണ്. ഇത് എത്ര പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യപ്പെടുമെന്ന് വിചാരിച്ചില്ല. ഏറ്റവും വലിയൊരു അഗ്നിയുടെ അനുഭവം. എന്നാൽ തോറ്റു കൊടുക്കാൻ തയ്യാറാകാതെ അതിരാവിലെ എഴുന്നേറ്റ് തൻ്റെ ഭാര്യയോട് പോലും ഒരു വാക്ക് പറയാതെ മകനെയും വിളിച്ചുകൊണ്ട് വേലക്കാരനുമായി മലമുകളിലേക്ക് യാത്രയാകുന്ന അബ്രഹാമിനെ നമ്മൾ കാണുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മലയുടെ താഴെ എത്തിയപ്പോൾ വേലക്കാരനെ മുകളിലോട്ട് കൊണ്ടുപോകാൻ സമ്മതിക്കാതെ വേലക്കാരനോട് താഴെ നിൽക്കാൻ പറഞ്ഞിട്ട് അബ്രഹാം ഈ മകനുമായിട്ട് മുകളിലോട്ട് പോകുകയാണ്. ഒരുപക്ഷെ വേലക്കാരൻ ഈ ബലിക്ക് തടസ്സം നിൽക്കുമെന്ന് ചിന്തിച്ചോ അബ്രഹാം? എനിക്കറിയില്ല. അബ്രഹാമിൻ്റെ ഹൃദയത്തിൽ അബ്രഹാം ഡിറ്റർമിൻഡ് ആയിരുന്നു. ഇവനെ ഞാൻ ദൈവത്തിന് കൊടുക്കും, ഇവനെ ഞാൻ ദൈവത്തിന് ബലിയർപ്പിക്കും, ഇവരെ എനിക്കിനി വേണ്ട, ഇവനെ എനിക്ക് ദൈവത്തിന് കൊടുത്തുകൊണ്ട് എൻ്റെ ഹൃദയം മുഴുവൻ ദൈവം നിറഞ്ഞു നിൽക്കുന്നു എന്ന് എനിക്ക് തെളിയിക്കണം. എൻ്റെ ഹൃദയത്തിൽ ഒരു വിഗ്രഹമില്ലെന്ന് തെളിയിക്കണം. അഗ്നിയിലൂടെ ഞാൻ പുറത്തു വരും, ഞാൻ വിജയിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കത്തി ഉയർത്തിയ അബ്രഹാമിനെ കണ്ട് ദൈവം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അബ്രഹാമേ, അബ്രഹാമേ, അഗ്നി പരിശോധനയിലൂടെ കടന്നുപോയ അബ്രഹാമേ, അഗ്നിയിലൂടെ സ്വർണം ശുദ്ധീകരിക്കപ്പെട്ട് വന്നതുപോലത്തെ അബ്രഹാമേ, നീ എന്നെ സ്നേഹിക്കുന്നൊന്നും ഭയപ്പെടുന്ന എനിക്ക് മനസ്സിലായി അബ്രഹാമേ. കുഞ്ഞിന്റെ പുറത്ത് കൈവയ്ക്കരുത് അബ്രഹാമേ, കുഞ്ഞിനെ ഞാൻ നിനക്ക് തിരിച്ചു വന്നിരിക്കുന്നു അബ്രഹാമേ, നീ എല്ലാ പരീക്ഷയിലും വിജയിച്ചിരിക്കുന്നു അബ്രഹാമേ, നീ വിജയാളിയാണ് അബ്രഹാമേ, സകല അഗ്നി പരിശോധനകളിലൂടെയും കടന്നുപോയ നീ വിജയിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും വിജയിക്കുന്നുണ്ടോ? നമ്മൾ എന്തൊക്കെയാണ് പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുന്നത്, പക്ഷേ ഓട്ടോറിക്ഷക്കാരൻ ഒരു 5 രൂപ കൂടുതൽ ചോദിച്ചാൽ ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിച്ച് മുഴുവൻ അഭിഷേകവും ചോർത്തിക്കളയുന്നവരല്ലേ നമ്മൾ? ഒരു കടയിൽ പോയി 2 രൂപ ലാഭം കിട്ടാൻ വേണ്ടി അരമണിക്കൂർ തർക്കിച്ച് മുഴുവൻ പരിശുദ്ധാത്മാഭിഷേകവും
കളഞ്ഞു കുളിക്കുന്നവരല്ലേ നമ്മൾ. ഓട്ടോറിക്ഷയിൽ കയറിയതിനു ശേഷം ഓട്ടോറിക്ഷ ഡ്രൈവറെ ചീത്ത വിളിച്ചുകൊണ്ട് ഇറങ്ങി. അന്ന് രാവിലെ വിശുദ്ധ കുർബാനയിൽ കിട്ടിയ മുഴുവൻ അനുഗ്രഹവും കളഞ്ഞു കുളിക്കുന്നവരല്ലേ നമ്മൾ. കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വേണ്ടി പോലും വലിയ അഭിഷേകത്തെ നിസ്സാരമായിട്ട് കുപ്പത്തൊട്ടിയിൽ വലിച്ചെറിയുന്നവരല്ലേ നമ്മൾ. നമ്മുടെയൊക്കെ ഉദ്ദേശശുദ്ധിയെ ദൈവം ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് പുറത്തു കൊണ്ടുവരുവാൻ ദൈവം ചില അനുഭവങ്ങളിലൂടെ നമ്മളെ കടത്തിവിടുന്നു. നമ്മുടെ ജീവിതത്തിൽ പോക്കറ്റ് അടിക്കപ്പെട്ട അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പോക്കറ്റ് അടിച്ചുകൊണ്ട് പോയി. എന്താണെന്നറിയാമോ? ബസ്സിലിരുന്ന് നമ്മൾ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഓ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിലെങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതും. നമ്മളെ കാണുന്നവർക്കൊക്കെ മനസ്സിലായി നമുക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ എന്നിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, കർത്താവേ, പരിശുദ്ധ അമ്മയെ പോലെ ഞാൻ അങ്ങിൽ ആനന്ദിക്കുന്നു കേട്ടോ, എൻ്റെ ആനന്ദം എൻ്റെ കർത്താവിലാണ് കേട്ടോ, ഞാൻ കർത്താവിൽ ആനന്ദിക്കുന്നു. പുറത്തിറങ്ങിയപ്പോൾ പോക്കറ്റിലിരുന്ന 500 രൂപ കാണുന്നില്ല. ആരോ പോക്കറ്റ് അടിച്ചുകൊണ്ട് പോയി. പാട്ട് നിന്നു, ജപമാല നിന്നു, ആരാധന നിന്നു, മുഖത്ത് വലിയൊരു വാട്ടം. എന്നിട്ട് യേശുവിനോട് ഒരു പ്രാർത്ഥന, യേശുവേ, എന്നാലും നീ നിന്റെ രക്തം കൊണ്ട് കഴുകി എൻ്റെ 500 രൂപയെ സംരക്ഷിച്ചില്ലല്ലോ യേശുവേ, നീ നിന്റെ രക്തക്കോട്ടയ്ക്കുള്ളിലാണല്ലോ എന്നെ എപ്പോഴും ആക്കിയിരുന്നത്. കർത്താവെ, അവിടെ വിള്ളൽ വീണല്ലോ, കള്ളം കൊണ്ടുപോയല്ലോ, നീ എന്നെ സംരക്ഷിക്കാത്തത് എന്താ കർത്താവേ? ഞാൻ 12 കൊന്ത ചൊല്ലിക്കൊണ്ടാണല്ലോ ഇന്ന് യാത്ര ചെയ്തത്, എന്നിട്ടും നീ എന്നെ സംരക്ഷിച്ചില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിലിരുന്ന സാധനം പുറത്തു വന്നു. നമ്മൾ ആനന്ദിച്ചുകൊണ്ടിരുന്നത് ദൈവത്തിലല്ല, നമ്മൾ ആനന്ദിച്ചുകൊണ്ടിരുന്നത് സമ്പത്തിലായിരുന്നു. സമ്പത്ത് 500 രൂപ പോയപ്പോൾ തന്നെ നമ്മുടെ സന്തോഷം പോയി, നമ്മുടെ ആനന്ദം പോയി, നമ്മുടെ സകലതും നഷ്ടപ്പെട്ടു. ഇതാ കാലം മുന്നോട്ട് പോകുമ്പോൾ, ദൈവവചനത്തിൻ്റെ താളുകൾ മുന്നോട്ട് മറിക്കുമ്പോൾ ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ശദ്രാക്ക്, മെഷാക്ക്, അബദനഗോ അവരെന്നും ആരാധിക്കുമായിരുന്നു. മരിക്കേണ്ടി വന്നാലും കർത്താവേ, ഞങ്ങൾ നിന്നെ സ്നേഹിക്കും, ജീവനെ കളധികം നിന്നെ ഞങ്ങൾ സ്നേഹിക്കും, അങ്ങ് ഞങ്ങളുടെ സകലതുമാണ്, അങ്ങ് ഞങ്ങളുടെ എല്ലാമാണ്. അവർ ടെസ്റ്റ് ചെയ്യപ്പെട്ടു, തീച്ചൂളയിൽ എറിയപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, കുലുങ്ങിയില്ല. ശദ്രാക്ക്, മെഷാക്ക്, അബദനഗോ കുലുങ്ങിയില്ല. ഞങ്ങൾ ചാരമായി പോയാലും ഞങ്ങൾ ഞങ്ങളുടെ കർത്താവിനെ മറക്കത്തില്ല എന്ന് അവർ വിളിച്ചു പറയുന്ന രംഗം ദൈവവചനത്തിൻ്റെ താളുകളിൽ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവ് എഴുതി വച്ചിരിക്കുന്നു. ഡാനിയലിന്റെ സിംഹക്കുടിയിൽ എറിയുമ്പോൾ ദൈവത്തെ തള്ളിപ്പറയാതെ ദൈവത്തെ ആരാധിക്കുന്ന ഡാനിയൽ, സൂസന്ന വധിക്കപ്പെടാനായിട്ട് വിധിക്കപ്പെടുമ്പോൾ ദൈവത്തെ ആരാധിക്കുന്ന സൂസന്ന, പൗലോസും സീലാസും ജയിലിൽ അടയ്ക്കപ്പെടുമ്പോൾ ദൈവത്തെ ചോദ്യം ചെയ്യാതെ മഹത്വപ്പെടുന്നു. ഇവരെല്ലാം അഗ്നിയിലൂടെ പോയപ്പോൾ, ടെസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ വിജയാളികളായി പുറത്തു വന്നു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വിചാരിക്കുന്ന മാർക്കിനേക്കാൾ 2 മാർക്കൊന്ന് കുറയുമ്പോൾ ദൈവാരാധന നടത്തുന്നവരാണ് നമ്മൾ. കഴിഞ്ഞ ആഴ്ച നടുവേദന മാറിയപ്പോൾ ഹല്ലേലൂയ പറഞ്ഞു. ഇന്ന് കഴുത്തിനൊരു ഉളുക്ക് പിടിച്ചു. നമ്മുടെ ഹല്ലേലൂയ തീർന്നു, നമ്മുടെ പ്രാർത്ഥന തീർന്നു, നമ്മുടെ സകലതും നഷ്ടപ്പെട്ടു. നമുക്കൊരു രോഗം വന്നു, നമ്മുടെ സകല സന്തോഷവും പോയി. പ്രിയപ്പെട്ടവരെ, അഗ്നിയാൽ പരിശോധിക്കപ്പെടുമ്പോൾ നമ്മൾ എപ്രകാരമാണ്? 2ാമത്തെ അഗ്നി നരകത്തിൻ്റെ അഗ്നിയാണ്. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് യേശുവിൻ്റെ രക്തത്താൽ കഴുകപ്പെട്ടവർക്ക് പോകേണ്ട സ്ഥലമല്ല നരകം. എങ്കിലും അതിനെപ്പറ്റി ഞാനൊന്ന് പറയുകയാണ്. ദൈവത്തെ കൂടാതെ മരിക്കുന്ന വ്യക്തികൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേരാണ് നരകം. ഐ റിപ്പീറ്റ്, ഞാൻ ആവർത്തിക്കുന്നു, ദൈവത്തെ കൂടാതെ മരിക്കുന്ന വ്യക്തികൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേരാണ് നരകം. യഥാർത്ഥത്തിൽ വിശുദ്ധ മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ 41-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി സൃഷ്ടിക്കപ്പെട്ട നരകം. അത്ഭുതപ്പെടുത്തുകയാണ്. സാത്താന് താമസിക്കാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ച സ്ഥലമാണ്, മനുഷ്യരെ വിടാൻ വേണ്ടിയുള്ള സ്ഥലമല്ല. പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി സൃഷ്ടിക്കപ്പെട്ട നരകം. അവിടേക്ക് ആരാണ് പോകുന്നത്? ജീവിതത്തിൽ അനുദപിക്കാതെ, തെറ്റിപ്പോയെന്ന് പറയാതെ, യേശുവേ എൻ്റെ പാപം ക്ഷമിക്കണമെന്ന് പറയാതെ പാപത്തിൽ മരിച്ചു പോകുന്ന വ്യക്തികൾ പോകുന്ന നരകം. അവിടെ തീവ്രവേദനയും പല്ലുകടിയും നിലവിളിയുമായിരിക്കുമെന്ന് യേശു പറഞ്ഞു. നമ്മൾ അവിടെ പോകേണ്ട കാര്യമില്ല. യേശുവിൻ്റെ രക്തം നമ്മളെ കഴുകിയെങ്കിൽ, നമ്മൾ യേശുവിൻ്റെ സ്വന്തമായെങ്കിൽ നമുക്ക് പോകേണ്ട സ്ഥലമല്ല അത്. 3ാമത്തെ അഗ്നിയാണ് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി, the fire of the Holy Spirit. ഓ, ഇതാണ് അഗ്നി, സ്വർഗം തരുന്ന അഗ്നി, നമ്മളെ ശുദ്ധീകരിക്കാൻ തരുന്ന അഗ്നി, നമ്മളെ വിശുദ്ധി കൊണ്ട് നിറയ്ക്കുന്ന അഗ്നി, നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന അഗ്നി, നമ്മുടെ ജീവിതത്തെ ദൈവോന്മുഖമാക്കുന്ന അഗ്നി, യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് നമ്മളെ കൂടുതൽ കൂടുതൽ കൂടുതലായി അനുരൂപപ്പെടുത്തുന്ന അഗ്നി, നമ്മുടെ ജീവിതം സ്നേഹം കൊണ്ട് നിറയ്ക്കുന്ന അഗ്നി, നമ്മുടെ ജീവിതം എളിമ കൊണ്ട് നിറയ്ക്കുന്ന അഗ്നി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതാ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ ജഡത്തിന്റെ സ്വഭാവം അവിടെ വെളിപ്പെട്ടിരിക്കുന്നു. വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗചിന്ത, മന്ത്രവാദം, മതിരോത്സവം, ഇവയും ഇദൃശ്യമായ മറ്റു പാപങ്ങളുമാണ്. ഇവിടെ ജഡത്തിന്റെ സ്വഭാവത്തെ പറ്റി പറഞ്ഞിരിക്കുന്നു. എങ്ങനെയാണ് ഈ സ്വഭാവം മാറുന്നത്?
അഗ്നി വരുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി വരുമ്പോൾ, അഗ്നി വന്നു കഴിയുമ്പോൾ എന്ത് പറ്റുന്നു? ഗലാത്യർ 5:22 സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം എന്നീ ഫലങ്ങളാൽ നമ്മൾ നിറയപ്പെടുന്നു. ഇതാണ് പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി എന്ന് പറയുന്നത്. ഈ അഗ്നി തികച്ചും സൗജന്യമാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമുക്ക് കിട്ടുന്ന ഈ അഗ്നി തികച്ചും സൗജന്യമാണ്. ഈ അഗ്നി സ്വീകരിക്കുവാൻ ഞാനും നിങ്ങളും ഒരുങ്ങിയിട്ടുണ്ടോ? യേശു ക്രിസ്തു വാഗ്ദാനം ചെയ്ത അഗ്നി ഇതാണ്. ഈ അഗ്നിയെപ്പറ്റി സ്നാപക യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഹി വിൽ ബാപ്റ്റൈസ് യു വിത്ത് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ഫയർ. എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നു, വെള്ളത്തിൽ നിന്നുകൊണ്ട് വെള്ളത്തിൽ മുക്കി ആളുകളെ സ്നാനപ്പെടുത്തിക്കൊണ്ടിരുന്ന സ്നാപക യോഹന്നാനോട് ആളുകൾ ചോദിച്ചു, താങ്കളാണോ വരുവാനിരിക്കുന്ന രക്ഷകൻ? സ്നാപക യോഹന്നാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്നാനം തരുന്നത് തണുത്തുറഞ്ഞ ഈ വെള്ളത്തിലാണ്. എന്നാൽ എൻ്റെ പിന്നാലെ വരുന്നവനുണ്ടല്ലോ, അവൻ നിങ്ങൾക്ക് സ്നാനം തരുന്നത് തണുത്തുറഞ്ഞ വെള്ളത്തിലല്ല, തീയുടെ സ്നാനം, ബാപ്റ്റിസം ഓഫ് ഫയർ, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി. തീയാൽ സ്നാനപ്പെടുത്തി നിങ്ങളെയെല്ലാം എഗ്ലോ ചെയ്യിക്കുന്ന, ജ്വലിപ്പിക്കുന്ന, നിങ്ങളെ പ്രകാശിപ്പിക്കുന്ന, ചൈതന്യം കൊണ്ട് നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം തരാൻ എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്. അവൻ്റെ പേരാണ് യേശു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 120 പേർ പെന്തക്കോസ്താ നാളിന് മുമ്പായി 10 ദിവസം കാത്തിരിക്കുമ്പോൾ പെന്തക്കോസ്താ തിരുനാളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വന്നു. 120 തീനാളങ്ങൾ അവരുടെ മേൽ വന്നു. അവർ 120 പേരും തീനാളങ്ങളായി മാറി, ജ്വലിക്കുന്ന രക്തസാക്ഷികൾ. ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് തോമസ്, നമ്മുടെ ഭാരതത്തിൻ്റെ അപ്പോസ്തലനായ തോമസ്. അന്ന് അഗ്നി ഏറ്റുവാങ്ങിയ തോമസ് ഭാരതത്തിൽ കൊണ്ടുവന്ന് സ്വർഗത്തിൻ്റെ അഗ്നിക്ക് തുടക്കമിട്ടു. അഗ്നിയിട്ട് കൊടുത്തു, തീയിട്ട് കൊടുത്തു. ഭാരതത്തിൽ സഭയുണ്ടായി. ചിലർ ജീവിക്കുന്ന രക്തസാക്ഷികളായി മാറി, ചിലർ മരിച്ചും രക്തസാക്ഷികളായി മാറി. ആ 120 പേരും യേശുവിൻ്റെ രക്തത്തിൻ്റെ സാക്ഷികളായി തീർന്നു. അഗ്നി വരുമ്പോൾ നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, ആദ്യം കേട്ട അഗ്നി എന്നെ പരിശോധിക്കുന്ന അഗ്നിയാണ്. അതെന്നെ പരിശോധിക്കുമ്പോൾ എന്നെ വിജയിപ്പിക്കണമേ. നരകമെന്ന അഗ്നി എനിക്ക് വേണ്ട കർത്താവേ, ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. 3ാമത്തെ അഗ്നി പരിശുദ്ധാത്മാഗ്നി, അതിലൂടെ അവിടെ നിന്ന് എന്നെ നയിക്കണമേ. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം.